കുരുത്തോല അലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നാരായണൻകുട്ടി ചേട്ടൻ. അതായത് നവനീത് എന്ന് പറയുന്ന ഒരു പേരിലാണ് കുരുത്തോല അലങ്കാരം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ ആഘോഷങ്ങളിലും കുരുത്തോല അലങ്കാരം കാണുന്നുണ്ടെങ്കിൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലുള്ള ഓരോ ഐറ്റംസ് കാണുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ കൈകൾ തന്നെയായിരിക്കും. പല കലോത്സവങ്ങളിലും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരം നമ്മൾ കലോത്സവ വേദികളിലൊക്കെ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള കുരുത്തോല കൊണ്ടുള്ള വിളക്കിലാണ് ഉദ്ഘാടനമൊക്കെ ഉണ്ടാവാറുള്ളത്. ഉദ്ഘാടനവും സമാപന സമ്മേളനവും ഇത്തവണയും കുരുത്തോല കൊണ്ടുള്ള വിളക്കിൽ തന്നെയാണ് അതൊക്കെ ചെയ്യുന്ന നാരായണൻകുട്ടി ചേട്ടൻ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? ഇപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. ഇനി സമാപനത്തിൻ്റെ വർക്കുകൾ ഇപ്പോൾ നാളെ സമാപനം. നമ്മൾ യുവജനോത്സവങ്ങളിൽ കുരുത്തോല കൊണ്ടുള്ള അലങ്കാരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായിട്ടുണ്ടാവും, കണക്കുണ്ടോ? 4-5 കൊല്ലമായിട്ടുള്ള ഈ ഇതിൻ്റെ മറ്റേ സ്കൂൾ കലോത്സവങ്ങളൊക്കെ അടുത്ത് 5-6 കൊല്ലമായിട്ടുള്ള 10 താഴെ ഉണ്ടാവും. 10 കൊല്ലത്തിന് താഴെ ഉണ്ടാവും. സ്റ്റേറ്റ് കലോത്സവങ്ങളിലും നമ്മൾ തൃശ്ശൂർ വരുമ്പോഴൊക്കെ ചേട്ടൻ തന്നെയല്ലേ ചെയ്യാറുള്ളത്? ഈ സംസ്ഥാന കലോത്സവം തൃശ്ശൂർ കഴിഞ്ഞ 58ാമത് കലോത്സവത്തിന് ഞാൻ തന്നെയായിരുന്നു. ഇപ്പോൾ ജനുവരിയിൽ വരുന്നുണ്ട്, നമ്മൾ തന്നെ ആയിരിക്കും. പിന്നെ സംഘ ഉദ്ഘാടനത്തിന് ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ സംഘം ഈ രൂപീകരണത്തിന് അലങ്കാരം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുരുത്തോല അലങ്കാരം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഇത് കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റോള് പോലെ എല്ലാ കോളേജിലും ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഇതിപ്പോൾ ഞാൻ ഉദ്ഘാടനത്തിന് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇനി സമാപനത്തിൻ്റെ വർക്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ വൈകിട്ടാകുമ്പോഴേക്കും ഈ വർക്കുകളൊക്കെ പണി കഴിഞ്ഞിട്ട് സ്റ്റേജിൽ വയ്ക്കും സമാപനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള അലങ്കാര പണികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കലോത്സവം കാണാനും ആസ്വദിക്കാറൊക്കെ ഉണ്ടാവും. കാണാനും പറ്റില്ല, പിന്നെ നമുക്ക് വർക്കിനല്ലേ കൂടുതൽ പ്രാധാന്യം. കാണാൻ ഇതിനു വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ കേൾക്കുന്നു മാത്രം, ഇരുന്ന് കാണാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ കലോത്സവം തകൃതിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ കലോത്സവം ആസ്വദിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജോലിയിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന ആളാണ് നാരായണൻകുട്ടി ചേട്ടൻ. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളാണ് ഇരിക്കുന്നത്. ഇനി നാളെ സമാപന സമ്മേളനത്തിനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണിപ്പുരയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കലോത്സവ വേദികളിൽ നമുക്ക് കുട്ടികളോട് പറയുന്ന പോലെ തന്നെ ഓരോരോ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ ഇതുപോലുള്ള കുരുത്തോല അലങ്കാരങ്ങളും നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് നാരായണൻകുട്ടി ചേട്ടൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും പണികൾ നടക്കട്ടെ.